ഹായ് ഫ്രണ്ട്സ്, ഉദ്ദേശിച്ചതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഒരു പഴയ ഫ്രിഡ്ജ് ഉപയോഗിച്ച് ഒരു കൂളർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഒരു ചെറിയൊരു ഫാൻ നമുക്ക് ആവശ്യമാണ്. അത് ഇതേപോലെ നമ്മളിവിടെ വെച്ച് അവിടെ കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ കട്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് ഭയങ്കര സേഫ്റ്റി ആയിട്ട് ചെയ്യണം, കാരണം അപകടം പറ്റാതെ നോക്കണം. അപ്പോൾ ഇതേപോലെ കറക്റ്റ് റൗണ്ടിൽ ആ ഫാനിൻ്റെ മറ്റേ കവർ കയറുന്ന ലെവലിൽ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ അടിയിൽ ഞാനൊരു ഗ്രില്ല് പോലെ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് എയർ വലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇരിക്കും. അതിനുശേഷം നമുക്കൊരു 4 ക്ലാമ്പ് ആവശ്യമുണ്ട് അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഒരു ഷീറ്റ് കട്ട് ചെയ്ത് നമ്മൾ എളുപ്പത്തിൽ ചെയ്ത് ഉണ്ടാക്കുകയാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഐഡിയ പരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വേറെ ലെവലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ അത് അവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളത് 4 ഹോൾ അടിച്ചിട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റുന്നവർ സ്ക്രൂ ചെയ്യുക, അല്ലെങ്കിൽ റിവെറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ആ റിവെറ്റ് ഉള്ളൊരു റിവെറ്റ് വെച്ചടിക്കുക. ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ റൂമിൽ വെച്ച് നമുക്കൊരു തണവ് കിട്ടും. കാരണം ഡയറക്റ്റ് എ സി പോലെ തണുത്ത് കൂളായി നിൽക്കുകയല്ല. പക്ഷെ നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിലിരുന്നൊരു ഫാൻ വെച്ച് ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കുക. കാരണം സ്പേസ് വരും നമുക്ക് ഇതിനകത്തിപ്പോൾ അടിഭാഗത്ത് വെള്ളം വയ്ക്കുകയാണെങ്കിൽ അത് തണുത്ത് കിട്ടും. അങ്ങനെ മറ്റുള്ള കാര്യങ്ങളും നടക്കും. വെള്ളം കൂളാക്കി ഉപയോഗിക്കാനും പറ്റും. അതിനുശേഷം ആ മോട്ടർ ടൈറ്റ് ചെയ്യുക. അത് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. അതിന് 4 സ്ക്രൂസ് അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ മോട്ടർ ഒന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ ആ ലീഫ് അതിൻ്റെ ഒന്ന് കണക്ട് ചെയ്യണത് അതും ഒരു നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ടച്ച് ചെയ്യാതിരുന്നോളൂ. അപ്പോൾ അതിനുശേഷം അതിൻ്റെ കവർ വയ്ക്കുക. അത് ടൈ ഉപയോഗിച്ച് സ്ക്രൂ ചെയ്യാനായിട്ടുള്ള അത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ടൈ ആണ് ഉപയോഗിക്കണേ. ഇപ്പം അത് ഓക്കെ, 4 ടൈ വെച്ച് കിട്ടി. അതേപോലെ ഇത് കണക്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോർ സ്വിച്ചിൻ്റെ കണക്ഷൻ നമ്മൾ ഡോർ സ്വിച്ച് ഒന്നിൽ ഇതിനകത്ത് ഒടിച്ച് കളഞ്ഞാൽ മതി. ചില മോഡലിൽ അത് പ്രസ് ചെയ്ത് അവിടെ വെക്കണം, അമർത്തി വെക്കണം, ലോക്ക് ചെയ്ത് വെക്കണം. അതേപോലെ ബൾബിൻ്റെ ഹോൾഡറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വയർ ഈ ഫാനിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാൻ കൊടുക്കുന്നത്. അപ്പോൾ ഡോർ സ്വിച്ച് ക്ലോസ് ആയിരുന്നാലാണ് അത് വരുള്ളൂ, ലൈൻ കിട്ടുള്ളൂ. ഒന്നിൽ ഡോർ സ്വിച്ച് ഓപ്പൺ ആക്കി എടുത്തിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം തണവ് നമുക്ക് കിട്ടും ഡയറക്റ്റ് ഇരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടും. അത് വലിയ കറണ്ട് ആവശ്യമാവാത്ത ലെവലിൽ, അപ്പോൾ അധികം കറണ്ട് ആവശ്യമൊന്നും ലെവലിൽ അത് വർക്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ ബാക്ക് നമ്മൾ അടിയിൽ ഗ്രില്ലടിച്ചതിന് പകരം ഇവിടെ ബാക്കിൽ 3 ഹോൾ അടിച്ചാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.